Hi guys, welcome back to another video. So today 10th February 2026. So ഇന്ന് നമ്മൾ യൂറോ യൂസ്ഡ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ചാർട്ടിൽ നമ്മൾ ഓൾ ടൈം ഹൈ, അതായത് കീ വാല്യൂസ് ഒക്കെ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഓൾ ടൈം ഹൈ ഇതാണ് ലാസ്റ്റ് വന്ന ബൈ സൈഡ് ലിക്വിഡിറ്റി and this is the sell side liquidity. So these all are the key values that market may reflect. മാർക്കറ്റ് അവിടെ വന്നിട്ട് തിരിച്ചു പോവാം, അല്ലെങ്കിൽ അവിടുന്ന് ഒരു ക്രൂഷ്യൽ ആയ ഡിസിഷൻ അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയ ഒരു മൂവ്മെന്റ് മാർക്കറ്റിന് സംഭവിക്കാം. സോ അതിനുശേഷം ഈ 4 hour തന്നെ മേജർ ആയിട്ടുള്ള FEGs ഒക്കെ മാർക്ക് ചെയ്യുന്നു. ദിസ് ഇസ് വൺ FEG, സോ ദിസ് ഇസ് അനദർ FEG. ഇനി ഇത് നമ്മൾ ATM CR വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് 4 hour നിന്ന് കുറച്ചുകൂടി ലോ ഫ്രെയിം ആയ 1 hourലേക്ക് മാറ്റുന്നു. 1 hourൽ മാർക്കറ്റ് ഓപ്പണിംഗിൽ ഉണ്ടായതാ ഈ ഒരു CR. This was the 8 times here. So ഇതിന്റെ ഹൈയും ലോവും മാർക്ക് ചെയ്ത് ചെയ്യുന്നു. Verify. Sorry. That was London opening. So this was a New York opening. നമ്മൾ NY ATM strategy ആണ് ചെയ്യാൻ പോകുന്നത്. So this is the 8 times here. ATM low as well as ATM high. So let's hide this one session. So അതിനുശേഷം നമ്മൾ 1 hourൽ ഇപ്പം ഹയർ ടൈം ഫ്രെയിമിൽ കീ വാല്യൂസ് വരച്ച് നമ്മൾ ലോങ് ടൈം ഫ്രെയിമിലേക്ക് കൺഫർമേഷൻ എടുക്കലാണ് പതിവ്. സാധാരണ അങ്ങനെ ചെയ്യാറ്. സോ 4 hourലാണ് ഞാൻ ATM CR വരക്കുന്നെങ്കിൽ I should go the lower time frame as 5 minute or 15 minute. So ഇവിടെ ഞാൻ 1 hourലാണ് വെച്ചത്. So maximum we can go on 1 minute as lower time frame. So yeah, as you can see here, so ഇവിടെ the market നല്ലൊരു ഈ ഒരു point we was waiting for an FEG. So ഇവിടെ ഒരു FEG ഫോം ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ഷോട്ട് നോക്കാമായിരുന്നു. മാർക്കറ്റ് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഒരു ഷോട്ട് നമുക്ക് നോക്കാമായിരുന്നു. So I was waiting for the second confirmation or second order block or FEG. So ഇവിടെ നമുക്ക് നല്ലൊരു ഓർഡർ ബ്ലോക്ക് ആൻഡ് FEG ഫോം ആയിട്ടുണ്ട്. സോ ആസ് പെർ മൈ തോട്ട് മാർക്കറ്റ് ഇവിടെ റീട്രേസ് ആകുമ്പോൾ നമുക്ക് ഷോർട്ട് എടുക്കാമെന്നില്ലായിരുന്നു. സോ ഞാൻ അവിടെ എൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തു ഷോർട്ടിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് ഒരു സ്റ്റോപ്പ് ലോസ് ആണ്. വി ഷുഡ് ഓൾവേസ് പ്രൊട്ടക്ട് അവർ ക്യാപിറ്റൽ. സോ ഈ ഓർഡർ ബ്ലോക്ക് പ്ലസ് FEGന്റെ തൊട്ട് മുകളിലായിട്ട് വെക്കുന്നത്. അതായത് മാർക്കറ്റ് ആ ഒരു പോയിന്റ് എടുത്തിട്ട് തിരിച്ച് വന്ന് ടാർഗറ്റ് അടിക്കാം. ആ ഒരു ഇതിലാണ് നമ്മൾ തൊട്ട് മുകളിൽ വെക്കുന്നത്. സോ ആൻഡ് this one, right, like the target നമ്മൾ 1:2 ആണ് സാധാരണ കൊടുക്കാറ്. സോ ഇവിടെ CRT വെച്ചിട്ട് CRT ലോ വരെ കൊടുക്കാം. So I booked on this trade and I was waiting for the market to hit the target. So the market is going to the target. So ഞാനൊരു ഈ ഒരു റീട്രേസ്മെന്റ് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ടാർഗറ്റ് കുറച്ചുകൂടി ഒന്ന് മോൾഡൊക്കെ ആക്കിയിരുന്നു. അതായത് ഈ ഒരു പോയിന്റിൽ, അതായത് 4 hour FEGയിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നില്ല ഒരു ഇതിൽ ഇവിടെ ആയിരുന്നു ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നത്, വിച്ച് ഈസ് 1:4.98. അതായത് 1:5 നമുക്ക് റിസ്ക് ഈസ് ടു റിവാർഡ് റേഷ്യോ കിട്ടി. So yeah, that's it. Thank you.